നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. നമ്മൾ കുറച്ചു കാലമായി ഒരു കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം അതുപോലെയൊക്കെയുള്ള ഒരു സിനിമ ചെയ്തിട്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതുപോലൊരു സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാന വില്ലൻ ഒരു സൈക്കോ കില്ലറാണ്. എന്നാൽ അവനെ കണ്ടുപിടിക്കാൻ പോകുന്നതല്ല ഇതിലെ ഹീറോയുടെ പ്രധാന ദൗത്യം, അത് മറ്റൊന്നാണ്. സൈക്കോ ത്രില്ലർ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സാധാരണ ടിപ്പിക്കൽ സൈക്കോ മൂവി പോലെ തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ അതൊന്നുകൂടെ മുറുകുന്നത് സിനിമ ഏകദേശം പകുതി എത്തുമ്പോഴാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ത്രില്ലാണ്. ഇതിപ്പോൾ സിനിമയുടെ വൺലൈനും പറയാൻ പറ്റില്ല, പറഞ്ഞാലാണെങ്കിൽ കുറച്ച് അധികമായി പോകും. എന്നാൽ പറഞ്ഞേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഞാനൊരു ഉറപ്പ് തരാം, സിനിമ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാകും, അതെന്തായാലും എനിക്ക് ഉറപ്പാ. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത ദ ഡീൽ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലേഡി രാത്രി ഏതോ ഒരു ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ആരോ ഫോളോ ചെയ്ത് വരുന്ന പോലൊരു സംശയം. എന്നാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാനും ആകെ കൂടി ഒരു പേടി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ അവിടുന്ന് മെല്ലെ മെല്ലെ ഓടും. ഓടി ഓടി വീടിനടുത്തേക്കാണ് ചെല്ലുക. എന്നാൽ അവസാനം വീടിന്റെ തൊട്ട് മുന്നിലെത്തി. എന്നാൽ പെട്ടെന്നാണ് ഒരു സ്പാനർ കൊണ്ട് അവളുടെ തലക്കിട്ടൊരു അടി കിട്ടുന്നത്. അത് ആരാണ് അടിച്ചത് നോക്കുന്ന നേരം ഏതോ ഒരു ഭ്രാന്തൻ, അവനാണിപ്പോൾ അവൾ അടിച്ച് താഴെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ കൊലപാതകം ഇതുവരെ നടത്തിയ കൊലപാതകങ്ങളുടെ കണക്കാണ്. ആകെ കൂടെ 8 കൊലപാതകങ്ങളാണ് അവൻ ചെയ്തിട്ടുള്ളത്. അവന്റെ ഈ ഒരു പരിപാടി മഴക്കാലത്ത് മാത്രം അവൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് അവന്റെ ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മഴയത്തായതുകൊണ്ട് തന്നെ അവന്റെ തെളിവുകളൊക്കെ കണ്ടുപിടിക്കാനായി പോലീസുകാർക്ക് വലിയ പാടാ. എന്നാലോ ഈ നഗരത്തിലുള്ളവര് ഇവനെ കൊണ്ടാകെ പൊറുതി മുട്ടിയിരിക്കുക. പോലീസുകാർക്ക് ഇവനെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ജനങ്ങൾക്കാണെ രാത്രി പുറത്തിറങ്ങാനായി നല്ല പേടിയാണ്. സത്യം പറഞ്ഞാൽ ഈ കൊലയാളിയുടെ കഥയ്ക്ക് പിന്നിൽ ഇഷ്ടംപോലെ ആളുകളുടെ കണ്ണീരുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ ഒരു കൊലയാളി പൂണ്ട് വിളയാടുന്നത്. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പോലീസുകാരാകെ ബുദ്ധിമുട്ടിയിരിക്കുക. അന്നേരമാണ് ആ സ്റ്റേഷനിലെ ചീഫിനൊരു കോള് വരുന്നത്. മേലെ നിന്നാണ് കോള് വരുന്നത്. അവസാനം നടന്ന കൊലപാതകത്തിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു ലേഡിയെ കൊല്ലുന്നത് ആ കൊലയാളി, ആ കൊലപാതകത്തിന്റെ തെളിവുകൾ എന്തെങ്കിലും പോലീസുകാർക്ക് കിട്ടിയോന്നറിയാനാണ് ചീഫിനെ വിളിച്ചു ഒതുക്കുന്നത്. ഈ സമയമാണ് കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയ ഹീറോയും ഹീറോയുടെ അസിസ്റ്റന്റും കൂടെ അങ്ങോട്ട് വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ചീഫ് ചോദിക്കും, അവിടെ വെച്ച് എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? അതിന് അവർ പറയും, ഹീറോ പറയും, അവിടെ വെച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഈ മഴയത്തൊക്കെ എന്ത് കണ്ടുപിടിക്കാനാ? അതിന് ചീഫ് ചോദിക്കും, നിങ്ങൾ എന്നിട്ട് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ നോക്ക്, എന്തായാലും ഇങ്ങോട്ട് നിങ്ങൾ വരണ്ട. അങ്ങനെ അവർ രണ്ടുപേരെയും എന്തെങ്കിലും കണ്ടുപിടിക്കാനായി പുറത്തേക്ക് പറഞ്ഞയക്കും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ഇപ്പൊ കണ്ട ഹീറോ ഇല്ലായിരുന്നോ, ആ ഹീറോയുടെ അളിയനെയാണ് ഈ കാണുന്നത്. ഹീറോയുടെ അളിയനെന്ന് വെച്ചാൽ ഹീറോയുടെ പെങ്ങളെ കല്യാണം കഴിച്ചയാളാണ് ഇങ്ങേര്. അങ്ങേര് ജോലി എടുത്തോണ്ടിരിക്കുന്ന നേരം ഭാര്യ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അവൾ കോൾ കൂടെ ചെയ്യും. അവൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നെന്തായാലും നിങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വരണം, ഒരിക്കലും നേരം വൈകാൻ പാടില്ല, എനിക്ക് നിങ്ങളോട് കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ വന്നാലേ അതെനിക്ക് പറയാൻ പറ്റൂ. അവൾ എന്താണ് പറയാൻ വെച്ചതെന്ന് വെച്ചാൽ, അവളിപ്പോൾ ഗർഭിണിയാണ്, അതിനെക്കുറിച്ച് പറയാനാണ് ഭർത്താവിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോകാനായി മഴയത്ത് കുടയും ചൂടി പുറത്തേക്ക് ഇറങ്ങുന്ന നേരം അവളുടെ തൊട്ടു പിന്നാലെ തന്നെ ഒരു വാന് പോകുന്നുണ്ട്. അതാ കൊലയാളിയാണോന്നറിയില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും അതാ കൊലയാളിയാണ്. അവൻ ഓടി വന്ന് കയ്യിലുണ്ടായിരുന്ന സ്പാനർ വെച്ച് അവളുടെ തലക്കൊരൊറ്റയടിയാണ്. അതോടുകൂടി അവൾ താഴെ വീണു. പിന്നെ നമ്മൾ കാണുന്നത് ആ കൊലയാളി അവളെ അവന്റെ വാനിലിട്ട് കൊണ്ടു പോകുന്നതാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഭർത്താവ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൾ എന്തോ ഒരു കാര്യം വീട്ടിലെത്തിയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താന്ന് അറിയാഞ്ഞിട്ട് ഭർത്താവിന് ആകെ കൂടി ഒരു തിടുക്കം, അതിനാണ് വിളിക്കുന്നത്. എന്നാൽ ഈ ഫോൺ റിങ് ചെയ്യുന്ന കാണുന്ന കൊലയാളി ആ ഫോൺ അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റയേറാ. എന്നാൽ പെട്ടെന്നാണ് വാൻ ആക്സിഡന്റ് ആവുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ആ കൊലയാളി വിചാരിച്ചിട്ടില്ല, കണ്ണൊന്ന് തെറ്റിയപ്പോൾ സംഭവിച്ചാണ്. അപ്പോഴേക്ക് മുന്നിലുണ്ടായിരുന്ന വാനിലെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വന്ന്, നീ എന്ത് പണിയാടാ കാണിച്ചേ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലട്ടോ എന്ന് പറയും. എന്നാൽ കൊലയാളി വാനിന്ന് പുറത്തിറങ്ങിയാൽ അവന്റെ പണി പോകുന്ന കേസാ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ശ്രദ്ധിക്കാതെ അവൻ വാൻ അവിടെ നിന്ന് ഓടിച്ച് മുന്നിലേക്ക് പോകും. ഈ സമയം ഹീറോയും ഹീറോയുടെ ബഡ്ഡിയും കൂടെ, ഹീറോയുടെ അസിസ്റ്റന്റ് ആണ് എന്നാലും അവർ തമ്മിൽ കൂട്ടുകാരാ, നല്ല ബഡ്ഡീസ് ആണ്. അവര് രണ്ടുപേരും കൂടെ ഈ കില്ലറെ കുറിച്ച് സൊറയെല്ലാം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റേഡിയോയിൽ ഒരു പച്ച വാന് മറ്റൊരു വാനിനെ വന്നിടിച്ചു എന്നിട്ട് നിർത്താതെ പോയി എന്നുള്ള ന്യൂസ് കേൾക്കുന്നത്. ഇത് കേൾക്കുന്ന ഹീറോ അപ്പം തന്നെ ബഡ്ഡിയായിട്ട് ആ ലൊക്കേഷനിലേക്ക് വെച്ച് പിടിക്കും. എന്നാൽ ബഡ്ഡി പറയുന്നുണ്ട് അത് നമ്മുടെ പരിധിയിൽ വരുന്ന സ്ഥലമല്ല എന്ന്. അതിന് ഹീറോ പറയും, മോനെ ചിലപ്പോൾ അതാണെങ്കിൽ ആ കില്ലർ നമ്മൾ പിന്നാലെ പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ഖേദിക്കും, അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ പോയേ പറ്റൂ. ഈ സമയം കൊലയാളി ഏതോ ഒരു മലയുടെ മേലെയുള്ള കാട്ടിലേക്ക് വന്ന് അവന്റെ വാനും തുറന്നുകൊണ്ട് ഹീറോയുടെ പെങ്ങളെ വലിച്ചു പുറത്തേക്കിടും. പെങ്ങളുടെ പേര് സോണി എന്നാണ്. അങ്ങനെ അവളെ വലിച്ചു കൊണ്ടുപോകുന്ന നേരത്തും അവൾ വയറ്റിലാണ് കൈവെക്കുന്നത്. കാരണം വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ. എന്നാൽ ഈ കാര്യങ്ങളൊന്നും കില്ലറിന് അറിയില്ല. ഇനി പറഞ്ഞാലും അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അവന്റെ കയ്യിൽ അവന്റെ പ്രധാന ആയുധമായിട്ടുള്ള ഡ്രില്ലുണ്ട്. അത് വെച്ച് തുളച്ചാണ് അവൻ അവളെ കൊല്ലാനായി പോകുന്നത്. ഇവിടെ ഹീറോയും
ബഡ്ഡിയും കൂടെ ആക്സിഡന്റ് സംഭവിച്ച സ്പോട്ടിലെത്തി. അവിടെ എല്ലാം നോക്കുന്ന നേരം ഹീറോക്ക് കാണാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണാണ്. അതായത് പെങ്ങളുടെ മൊബൈൽ ഫോണാണ് അവിടുന്ന് കിട്ടുന്നത്. എന്നാൽ അത് പെങ്ങളുടെ ഫോണാണെന്ന് ഹീറോക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് താഴെ വീണപ്പോൾ അതിന് ഇഷ്ടം പോലെ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ഇത് കണ്ട് എന്തോ ഒരു സംശയം തോന്നുന്ന ഹീറോ അപ്പം തന്നെ ചീഫിനെ വിളിച്ച് കാര്യം പറയും. എന്നാൽ ചീഫ് പറയും, മോനെ നീ ഇതിന്റെ പിന്നാലെ പോവല്ലേ, ഇപ്പൊ തന്നെ ഡിപ്പാർട്ട്മെന്റ് താങ്ങാൻ പറ്റാത്ത ഓരോ കേസുകൾ തലയിൽ വെച്ച് പെട്ടി കിടക്കുക, അതിന്റെ ഇടയിൽ കൂടി ഇതും കൂടെ ആക്കല്ലേ. ഹീറോ പറയും, നമ്മൾ ഒരു സംശയം ബാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ ചെക്ക് പോസ്റ്റും ക്ലോസ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുക. ഈ സമയം നമ്മൾ ആ കില്ലറെ കാണുന്ന നേരം അവന്റെ മുഖത്ത് ചോരയെല്ലാമായി ആ മഴയത്ത് അവൻ അങ്ങനെ ആസ്വദിക്കുകയാണ്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവൻ ഹീറോയുടെ പെങ്ങളെ കൊല ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഹീറോ നേരെ ചെല്ലുന്നത് ഒരു മലയുടെ അടിവാരത്തേക്കാണ്. ഇതുപോലെ ഒരു കാർ ആക്സിഡന്റ് എല്ലാം ഉണ്ടായിട്ട് ഒരു കാർ നിർത്താതെ പോയാൽ അവർ ക്യാമറയിൽ പെടാതിരിക്കാൻ ഇതുപോലുള്ള ഊടുവഴിയിലൂടെയാണ് പോവുക. അതായത് ഈ മലയിലേക്ക് പോകുന്ന ഒരു വഴി കണ്ടില്ലേ, ആ വഴിയിലൂടെ എല്ലാം കയറി ഇറങ്ങി തിരിഞ്ഞു മറിഞ്ഞ് അവരങ്ങനെയൊക്കെയാണ് പോവുക. അതുകൊണ്ട് തന്നെ ഹീറോ അവിടെ ഇറങ്ങിയിട്ട് മലയിലേക്ക് ഏതെങ്കിലും വാഹനം പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നോക്കുമ്പോൾ അവിടെയുള്ള ചളിയിൽ വാന് പോലെയുള്ള ഒരു വാഹനം മലയുടെ മേലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു അടയാളം കാണുന്നുണ്ട്. മാത്രമല്ല കുറച്ച് സൈഡിലായിട്ട് അതുപോലെ തന്നെ വാൻ തിരിച്ചു പോയതിന്റെ പാടും കാണാം. പെട്ടെന്ന് തന്നെ ഹീറോ അടുത്തുണ്ടായിരുന്ന സിറ്റിയിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിൽ ഇപ്പൊ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഹീറോ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ആ പച്ച വാൻ ഉണ്ടോന്ന് തിരയും. അങ്ങനെ തെരഞ്ഞു പോകുന്ന നേരം അവസാനം ആ പച്ച വാന് കണ്ടുപിടിച്ചു. അതിന്റെ ടയറിലെ ചളി കൂടെ കാണുന്ന നേരം ആ വേന് തന്നെയാണെന്ന് ഉറപ്പിച്ചു. പെട്ടെന്ന് തന്നെ ആ വേനിന്റെ മുന്നിലേക്ക് ചെന്ന് ഡോറ് തുറക്കാൻ പറയും. എന്നാൽ അവൻ ഡോറ് തുറക്കില്ല. ഞാൻ പോലീസിൽ നിന്ന് വരികയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയുന്ന നേരം കില്ലർ വേറൊരു വഴിയില്ലാതെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ ആ വേന്റെ ചുറ്റും സൈഡും എല്ലാം നോക്കുന്ന നേരം ആ വേന് തന്നെയാണ് ആക്സിഡന്റ് ഉണ്ടാക്കി വെച്ച് അവിടെ നിർത്താതെ പോയെന്ന് ഹീറോക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബഡ്ഡി വന്ന് ഇപ്പൊ അവനെ അറസ്റ്റ് ചെയ്യാണ്, ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ ഈ സമയത്തും ഹീറോ ആ വാനകത്ത് എന്തേലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് തെരഞ്ഞു നോക്കുക. അങ്ങനെ അവസാനം ആ വാന്റെ അകത്ത് വെച്ച് ഒരു പെണ്ണിന്റെ മുടി കിട്ടും. ചുരുണ്ട് കിടക്കുന്ന ഒരു മുടി കിട്ടും. വെറും മുടിയാണെങ്കിൽ അത് പോട്ടേന്ന് വെക്കായിരുന്നു. എന്നാൽ അതിന്റെ കൂടെ തന്നെ കുറച്ച് ബ്ലഡ് കൂടെ കാണുന്ന ഹീറോ ഇവൻ തന്നെയാണോ കൊലയാളി എന്ന് ഉറപ്പിക്കാനായി ഈ വാന് ഫോറൻസിക്കിന് കൈമാറും. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ഈ വാനിൽ മുഴുവനും ചോരയാ. അതായത് ചോര കാണാൻ പറ്റില്ല. ഇതുപോലെ ഉണങ്ങിക്കഴിഞ്ഞ ചോരയും ഫോറൻസിക് എന്തോ ഒരു പരിപാടി കൂടെ കണ്ടുപിടിക്കുകയാണ്. അതോടുകൂടെ പോലീസുകാർ ഇവൻ തന്നെയാണ് ആ സീരിയൽ കില്ലർ എന്ന് പകുതി ഉറപ്പിച്ചു കഴിഞ്ഞു. ഹീറോ ആണ് അവനെ പിടിച്ച പേരിൽ ആകെ കൂടെ സന്തോഷത്തിലാണ്, സ്റ്റേഷനിലാകെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് അളിയൻ ഹീറോയെ കോൾ ചെയ്ത് പറയാ, സോണി ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല, അവൾ എപ്പോഴേ വീട്ടിലേക്ക് എത്തേണ്ട സമയമായി. സോണി എന്ന് പറഞ്ഞാൽ ഹീറോയുടെ പെങ്ങളുടെ പേര്, അതായത് അളിയന്റെ ഭാര്യ. ഹീറോ പറയും, നിങ്ങൾ പേടിക്കല്ലേ, അവൾ എന്തായാലും തിരിച്ചെത്തും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കേസിന്റെ എന്തോ ഒരു പ്രശ്നത്തിന് ഹീറോയെ വിളിക്കുക. അതുകൊണ്ട് തന്നെ കോളും കട്ട് ചെയ്ത് അതിന്റെ പിന്നാലെ ചെല്ലും. അപ്പോഴാണ് ഹീറോയുടെ ബഡ്ഡി ഹീറോക്ക് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് നിന്ന് വീണ് കിട്ടിയ ഫോണിന്റെ നമ്പർ എഴുതിയെടുക്കുന്ന കാണുക. ആ നമ്പർ കാണുമ്പോൾ തന്നെ ഹീറോക്ക് മനസ്സിലായി അത് പെങ്ങളുടെ നമ്പറാണ്, സോണിയുടെ നമ്പറാണ്. ഇത് കാണുന്ന മിങ്ങിന് എന്ത് ചെയ്യണം എന്നറിയില്ല. മിങ്ങെന്ന് പറഞ്ഞാൽ ഹീറോയുടെ പേരാണ്. ഹീറോക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യം തന്നെ ബഡ്ഡിയുടെ കോളറിനൊക്കെ ഇട്ടാണ് പിടിക്കുക. ഹീറോക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലായിരുന്നല്ലോ ഇത് പെങ്ങളുടെ ഫോണാണെന്ന്. എന്നാൽ ഇപ്പോഴാണല്ലോ അത് മനസ്സിലാവുന്നത്. അതിന്റെ ഒരു ഭയവും അപ്പോഴാണ് ഹീറോയുടെ മുഖത്തേക്ക് എത്തുക. ഹീറോ പെട്ടെന്ന് തന്നെ ആ കൊലയാളിയെ പൂട്ടി വെച്ചിരുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അവനോട് ചോദിക്കും, ഇത് അവളല്ലാന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്നാൽ ആ ഫോണ് കാണുന്ന നേരം കൊലയാളി ഒരു ചിരിയാണ്, ഒരു പുഞ്ചിരിയാണ്. നമ്മുടെ ആളവൻ അടിച്ചു താഴെയിട്ട് നീ എവിടേക്കാട് അവളെ കൊണ്ടുപോയെന്ന് ചോദിക്കുന്ന നേരം അവൻ കൂളായിട്ട് പറയും, നീ തന്നെ കണ്ടുപിടിക്കേ, നിന്റെ പെങ്ങളല്ലേ. അവിടുന്ന് ഹീറോ പെട്ടെന്ന് തന്നെ അളിയന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. അതായത് പെങ്ങളുടെ വീട്ടിലേക്കാണ് ചെല്ലുക. അതിക്രമിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്ന നേരം അളിയന് മനസ്സിലാവില്ല ഹീറോ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഹീറോ നേരെ ബെഡ്റൂമിലേക്ക് ചെന്ന് അവിടുന്ന് കട്ടിലിൽ നിന്ന് പെങ്ങളുടെ ഒരു മുടി എടുക്കും. എന്നിട്ട് വാനിൽ നിന്ന് ഹീറോക്ക് കിട്ടിയിരുന്നൊരു മുടിയില്ലായിരുന്നോ ചോരയെല്ലാം പരണ്ട് കിടന്നിരുന്ന ആ മുടിയും കൂടെ ഹീറോക്ക് ഫോറൻസിക്കിന് അയച്ചു കൊടുക്കണം. രണ്ടിന്റെയും DNA ടെസ്റ്റ് ചെയ്ത് നോക്കി അത് പെങ്ങളാണോ അല്ലെന്ന് ഹീറോക്ക് ഉറപ്പിക്കണം. അതിനു വേണ്ടിയാ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഹീറോ അളിയനോട് പറയും, എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല. അതെന്ത് തന്നെയാണേലും നിങ്ങൾ ശക്തനായിട്ടിരിക്കണം. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാനൊരു പോലീസാണ്, ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ ഇത് കേൾക്കുന്ന അളിയന് മനസ്സിലായി സംഭവം എന്താന്നുള്ള കാര്യം. സോണിയെ കയ്യിൽ നിന്ന് വിട്ടുപോവാണോന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് അങ്ങനെ തളർന്ന് താഴെ വീഴും. ഇവിടെ ലാബില് ഹീറോ ടെസ്റ്റ് ചെയ്യാനായി കൊടുത്തിരുന്ന മുടികളുടെ റിപ്പോർട്ട് എത്തി. ആ 2 മുടിയും ഒരു മുടി തന്നെയാണ്, ഒരാളുടെ മുടി തന്നെയാണെന്ന് ഉറപ്പിച്ചു. അതോടുകൂടെ ഹീറോക്ക് മനസ്സിലായി മരിച്ചിരിക്കുന്ന പെങ്ങളാണ്. ഇതേ സമയത്ത് ആ കൊലയാളിയുടെ വീട് മുഴുവനും പോലീസുകാർ ചെക്ക് ചെയ്ത് നോക്കുക. വീടും പറമ്പും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കൂടെ തന്നെ പോലീസുകാർ ആ മല കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവൻ ആ മലയിലേക്ക് കയറി പോയിട്ടാണല്ലോ തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങി വന്നത്. അതുകൊണ്ട് അവിടെ കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ വീടിന്റെ മുന്നിൽ നിന്ന് 3 ഡെഡ് ബോഡികൾ കിട്ടിയെന്നല്ലാതെ ബാക്കിയുള്ള 5 ഡെഡ് ബോഡികൾ പോലീസുകാർക്ക് കിട്ടിയില്ല. ഈ സമയം അളിയനെ നോക്കുകയാണെങ്കിൽ അങ്ങേര് തളർന്ന് അങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ടേബിൾ തുറന്നു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഭാര്യ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം. അതുകൂടെ മനസ്സിലാകുന്ന അങ്ങേർക്ക്
ഒരിക്കലും പിടിച്ചു നിൽക്കാനേ പറ്റില്ല. എങ്ങനെയൊക്കെ വിഷമം കടിച്ചമർത്താനായി ശ്രമിച്ചാലും അവളുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങളാണ് മനസ്സിലേക്ക് എത്തുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങേർക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടായിരിക്കില്ല എന്ന്. ഇതേ സമയമാണ് പോലീസുകാർക്ക് ആ മലയുടെ മേലെ വെച്ച് മറ്റെന്തോ ഒരു ബോഡി കൂടെ കിട്ടുന്നത്. പോലീസുകാരെല്ലാവരും കൂടെ അവിടെ വന്ന് തിരയും. എന്നാൽ ഹീറോയാണ് അതിന്റെ മുന്നിൽ ആദ്യം തന്നെ തിരയാനായി ചെല്ലുക. എന്നാൽ അവസാനമാണ് മനസ്സിലാവുക അവിടെ ബോഡിയൊന്നുമില്ല, അത് വേസ്റ്റ് ആയിരുന്നു. അത് കാണുന്ന ഹീറോ വീണ്ടും വീണ്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഹീറോയുടെ ബഡ്ഡി ആ കൊലയാളിയെ ചോദ്യം ചെയ്യാണ്. നീ ബാക്കിയുള്ള ബോഡികളെല്ലാം എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയില്ല, അവനൊന്നും മിണ്ട പോലുമില്ല. നീയൊന്നും ഒരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ കരയണോ? അന്നേരമാണ് ഹീറോ അകത്തേക്ക് കയറി വരിക. ആദ്യം തന്നെ ബഡ്ഡിയുടെ കൈ ലോക്ക് ചെയ്ത് വെച്ച് ആ കൊലയാളിയെ ചവിട്ടി താഴേക്കിട്ട് അവനോട് ചോദിക്കും, നീ എൻ്റെ പെങ്ങളെ എവിടെയാണ് കൊണ്ടുവച്ചേ? അവളുടെ ബോഡി എവിടെയാന്ന് ചോദിക്കുന്ന നേരം അവൻ ചോദിക്കും, ആ ബോഡി കിട്ടിയിട്ട് നിങ്ങൾക്കിനി എന്ത് ചെയ്യാനാ? അതിൽ കാര്യമൊന്നുമില്ല. അവനോട് ഇങ്ങനെ ചോദിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലാവുന്ന ഹീറോ മുട്ടിൽ വീണ് അവനോട് യാചിക്കും, എൻ്റെ പെങ്ങളുടെ ബോഡി നീ എവിടെയാടാ വെച്ചേ? അതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ? അത് മാത്രം മതി. ഹീറോയുടെ ബഡ്ഡിക്കാണ് ഇത് കണ്ടു നിൽക്കാനും പറ്റില്ല. എന്നാൽ ആ കൊലയാളി ഇതെല്ലാം ആസ്വദിക്കാന്ന് മനസ്സിലാവുന്ന ഹീറോ പെട്ടെന്ന് തന്നെ അവൻ്റെ തലയിൽ ഗണ്ണ് വെക്കും. പെട്ടെന്നാണ് ബാക്കിയുള്ള ടീം എല്ലാവരും കൂടെ വന്ന് ഹീറോയെ പിടിച്ചു വെക്കുന്നത്. ഹീറോയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ആ കൊലയാളിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതാണ്. അവൻ കൊല ചെയ്തിട്ടുള്ള 3 ആളുകളുടെ ബോഡി പോലീസുകാർക്ക് കിട്ടിയിരുന്നല്ലോ. അങ്ങനെ ആ 3 ആളുകളെയും അവൻ എവിടെ വെച്ചാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നതെന്നറിയാനായാണ് അവനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബക്കാർ വന്ന് പെരുത്ത പ്രശ്നം ഉണ്ടാക്കാണ്. അവനെ കിട്ടിയേ പറ്റൂ, ആ കൊലയാളിയെ അവർക്കെല്ലാവർക്കും കിട്ടിയേ പറ്റൂ, കിട്ടിയാൽ തന്നെ അവരെല്ലാവരും കൂടെ അടിച്ചു കൊല്ലും. എന്നാൽ ഈ ഒരു സമയത്ത് പോലീസുകാരെല്ലാവരും കൂടെ കൊലയാളിക്കാണല്ലോ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അത് ആ കൊലയാളിക്ക് എത്രക്കങ്ങ് ബോധിച്ചു. അങ്ങനെ അടുത്തയാളെ എങ്ങനെയാണ് കൊന്നതെന്നറിയാനായി അവനെയും കൊണ്ട് ആ മലയുടെ മേലേക്കാണ്, അവൻ വേൻ ഓടിച്ചു കൊണ്ടുപോയിരുന്ന ആ മലയില്ലായിരുന്നോ, അതിനു മേലേക്കാണ് അവനെ കൊണ്ടു ചെല്ലുക. എന്നാൽ അവിടെ വെച്ചവൻ പോലീസുകാരോട് ഒന്നിനും സഹകരിക്കില്ല. ഇത് കാണുന്ന ചീഫിന് മനസ്സിലായി ഇനി അവനെ കൊണ്ടുള്ള അന്വേഷണം നടപടിയാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് തിരിച്ച് ജീപ്പിലേക്ക് തന്നെ ചെല്ലും. എന്നാൽ അവിടെയും കൊല്ലപ്പെട്ട ആളുകളുടെ ഫാമിലി എല്ലാവരും കൂടെ വന്ന് ബഹളം ഉണ്ടാക്കാണ്. എന്നാൽ അതിന്റെ ഇടയിൽ നമ്മുടെ അളിയനും കൂടെയുണ്ട്. പോലീസുകാർ ആളുകളെ പിടിച്ചു വെക്കുന്നതിന്റെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന നേരം അളിയൻ ആ വടി ഒരു കത്തിയായിട്ട് ഓടി ആ കില്ലറുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആ കത്തിയെടുത്ത് അവനെ കുത്താൻ നിൽക്കുമ്പോഴേക്കും ഒരു പോലീസുകാരൻ കാല് വെച്ച് അളിയനെ തള്ളിയിടും. അതുകൊണ്ട് തന്നെ അളിയന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കാണുമ്പോഴും ആ കൊലയാളിക്ക് ഒരു ആനന്ദമാണ്. ഇനിയും ആളുകൾ അവനെ കൊല്ലാനായി വന്നാൽ പോലീസുകാർ അവനെ പ്രൊട്ടക്ട് ചെയ്തോളൂ എന്നുള്ളൊരു ഉറപ്പ് അവന്റെ ഉള്ളിലുണ്ട്. ഈ സമയം നമ്മുടെ ആളാണേൽ അച്ഛൻ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് വരുന്നത്. അച്ഛനോട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാനാണ് വരുന്നത്. സോണി പോയെന്ന് അച്ഛനോട് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പോലും ഹീറോക്ക് പറ്റില്ല, കരഞ്ഞു പോകും. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ ഹീറോയുടെ അവസ്ഥയും അളിയന്റെ അവസ്ഥയും ഒരുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ കാണുന്ന കോടതിയാണ്. ആ കോടതിയിൽ വെച്ച് കൊലയാളിക്ക് നൽകുന്ന വധശിക്ഷയാണ്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വധശിക്ഷയാണെന്ന് പറഞ്ഞാലും പെട്ടെന്നൊന്നും വധിക്കില്ല. കുറച്ചു കാലം കൂടെ കഴിഞ്ഞാലേ അവരെ തൂക്കിലൊക്കെ ഏറ്റുള്ളൂ. എന്നാൽ ഈ ഒരു കാര്യം അറിയുന്ന അളിയന് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല. കാരണം അവൻ ജീവിച്ചിരിക്കുന്ന അളിയന് തീരെ ഇഷ്ടമല്ല. മുന്നിൽ വേറെയൊന്നും കാണാൻ പറ്റാത്ത അളിയൻ അവരുടെ 2 പേരുടെയും ഫോട്ടോ വെച്ചിരുന്ന ഫ്രെയിം മാറ്റി അതിന്റെ ആണിയിൽ കയറ് കുരുക്കി അതിൽ തൂങ്ങും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ തന്നെ ആ കയറും പൊട്ടി അളിയൻ താഴേക്ക് വീഴും. മരിക്കാൻ വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഹീറോ അളിയനെ കാണാനായി വീട്ടിലേക്ക് എത്തും. എന്നാൽ അവിടെ വെച്ച് ഹീറോക്ക് പെങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങളാണ് ഓർമ്മ വരിക. അതൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. എന്നാൽ അപ്പോഴേക്കാണ് അളിയൻ ഭക്ഷണം ഉണ്ടാക്കി വരുന്നത്. അത് കഴിക്കുന്ന ഹീറോ അളിയനെ ഒന്ന് കൂളാക്കാനായി പറയും, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല രസമുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ അതിന് അളിയൻ പറയും, മിങ് നമ്മൾ ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ല. കാരണം നിന്നെ എപ്പോൾ കാണുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് സോണിയുടെ മുഖമാണ് വരുന്നത്. അതുകൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം ഹീറോ ആ കൊലയാളിയെ കാണാനായി ജയിലിലേക്ക് ചെല്ലുക. 3 വർഷം കഴിഞ്ഞല്ലോ. ഈ സമയത്തും ഹീറോ എന്തിനാണ് കൊലയാളിയെ കാണാൻ ചെല്ലുന്നതെന്ന് വെച്ചാൽ പെങ്ങളുടെ ബോഡി എവിടെയാണ് അവൻ മറിച്ചെന്നറിയാനാണ്. എന്നാൽ അത് പറയാനായി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് കൂടെ ഹീറോ മുന്നിലേക്ക് വെച്ചെടുക്കും. എന്നാൽ അതെല്ലാം കഴിച്ചു കഴിയാന്നല്ലാതെ പെങ്ങളെക്കുറിച്ച് ഒരു അക്ഷരം അവൻ പറയില്ല. സത്യം പറഞ്ഞാൽ ഈ 3 വർഷക്കാലമായി പെങ്ങളെക്കുറിച്ച് ഒരെത്തും പിടിയും കിട്ടാത്തതുകൊണ്ട് തന്നെ ഹീറോ ആകെ ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ജീവിതമാണിപ്പോൾ. വീട്ടിൽ വന്നാൽ നല്ലപോലെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതിന്റെ ഇടയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചീഫ് ഹീറോയെ കോൾ ചെയ്യുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ നാട്ടിലെ ഒരു വലിയ ഡോണ് നാട്ടിലൊരു ഹോട്ടലിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ കൂടെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ, അതായത് കാമുകിയുടെ കൂടെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒരാളുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഹീറോ സ്പോട്ടിലെത്തി. അവിടെ CCTV ഒക്കെ ഉണ്ട്. പക്ഷെ CCTVയിൽ നോക്കിയാൽ കൊലയാളി ആരാന്ന് മനസ്സിലാവുന്നില്ല. കറുത്ത കുപ്പായം, കറുത്ത പാന്റ്, ഒരു തൊപ്പിയും ധരിച്ചാണ് വന്ന് കൊന്നിട്ട് പോയിരിക്കുന്നത്. ഹീറോ ആ വലിയ ഡോണിന്റെ കൂടെ ഉണ്ടായിരുന്ന കാമുകിയോട്, ആ കൊലയാളിയെ കുറിച്ച് നിനക്ക് എന്തേലും അറിയോ, അവനെ നീ കണ്ടിരുന്നോ
എന്ന് ചോദിക്കുന്ന നേരം അവള് പറയും ഏതോ ഒരുത്തൻ പെട്ടെന്ന് തന്നെ കയറി വന്ന് അങ്ങേരെ കുത്തി കൊല്ലുകയാണ് ചെയ്തേ. അത് ആരാന്ന് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പേടിച്ചപ്പം തന്നെ എൻ്റെ കണ്ണ് മറച്ചിരുന്നു. എന്തായാലും മരിച്ചിരിക്കുന്നത് വലിയൊരു ഡോൺ ആയതുകൊണ്ട് തന്നെ അങ്ങേരെ കൊന്നതാരാന്ന് കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് പാടുപെടും. കാരണം അങ്ങേർക്ക് ഇഷ്ടംപോലെ കൊലയാളികൾ ഉണ്ടായിരിക്കുമല്ലോ. കൊലയാളികളല്ല, അങ്ങേർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ എത്തിയാൽ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നത് ആ വലിയ ഡോണിന് ഉണ്ടായേക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട എതിരാളികളെയാണ്. അതിലൊന്നാരാന്ന് വെച്ചാൽ ആ ഡോണിന്റെ തന്നെ ആശാൻ. ആ ഡോണിന്റെ മേലൊരു ആശാൻ ഉണ്ടായിരുന്നു. ആ ആശാന്റെ കീഴിലായിരുന്നു 5 വർഷം മുന്നേ ഈ കൊല്ലപ്പെട്ട ഡോണും അതുപോലെ നാട്ടിലെ മറ്റൊരു ചെറിയ ഡോണും കൂടെ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ആ വലിയ ഡോണിന് എങ്ങനെയും ആശാനേക്കാളും മേലെ എത്തണം എന്നുള്ളൊരു ആശ വന്നു. അതുകൊണ്ട് തന്നെ ആശാനെ ഇല്ലാത്തൊരു കൊലപാതക കേസിൽ പെടുത്തി ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആശാൻ അറിയാമെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ തെളിവൊന്നും അങ്ങേരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ആ വലിയ ഡോണിന്റെ ഒരെതിരാളി ആശാൻ തന്നെയാണ്. മറ്റൊന്നാരാന്ന് വെച്ചാൽ ആ ആശാന്റെ കീഴിൽ മറ്റൊരു ചെറിയ ഡോണും കൂടി ഇല്ലായിരുന്നോ, ആ ഡോണാണ്. കാരണം കൊല്ലപ്പെട്ട വലിയ ഡോണ് നാട്ടിലെ വലിയൊരു ഡോണായി മാറിയപ്പോൾ ഈ ചെറിയ ഡോണിനെ അടിച്ചമർത്തി. അവന് പിന്നെ കൂടുതൽ വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് നാട്ടിലൊന്നും ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവനും ആയിരിക്കാം ഈ ഒരു കൃത്യം ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ രണ്ടാളുകളുണ്ട് സംശയിക്കാൻ. അങ്ങനെ ഹീറോ ആദ്യം തന്നെ ആ ചെറിയ ഡോണിനെ കാണാനായി ചെല്ലും. നിങ്ങൾക്ക് ഈ ഒരു കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം. ഈ ഒരു സമയം അവനൊരു കാർ ഇടിച്ചിട്ട് മരിച്ചാലും എല്ലാവരും എന്നെ മാത്രമേ സംശയിക്കൂ എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യോ? ആ കില്ലർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീറോക്ക് അങ്ങേരെ ഒരു സംശയമുണ്ട്. എന്നാലും രണ്ടാമതായി ഹീറോ നേരെ ആ ആശാനെ കാണാനായി ജയിലിലേക്കാണ് ചെല്ലുക. അങ്ങേരോടും ഇതേ ചോദ്യം ചോദിക്കുന്ന നേരം അങ്ങേര് പറയും കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ ജയിലിലാണ് ഇരിക്കുന്നത്. ഇവിടെ വെച്ച് ഞാൻ അവനെ എന്ത് ചെയ്യാനാ? ഈ സമയം നമ്മൾ ആ കൊലയാളിയാണ് കാണുന്നത്. അവൻ സെല്ലി വെച്ചും പുഷപ്പും പുള്ളറ്റും എല്ലാം അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്ന് അവനോട് താൻ എന്താടാ കാണിക്കുന്നത്, പെട്ടെന്ന് തന്നെ അതെല്ലാം നിർത്തിവെച്ച് കിടക്കാൻ നോക്കുന്ന പറയാ. എന്നാൽ ആ പ്രാന്തൻ പറയുന്നത് കേൾക്കാതാവുന്ന നേരം പോലീസുകാരൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോറ് തുറക്കാനായി ആ സെല്ല് തുറക്കാനായി നിൽക്കുന്നേരാണ് ആ കൊലയാളി അടുത്തേക്ക് വന്ന് പറയാ തനിക്ക് എന്നെ കാണാനായി നല്ല തിരക്കുണ്ടല്ലേ, എന്നാൽ പെട്ടെന്ന് തന്നെ വായോ, ഞാനും ഒരാളെ കാത്തിരിക്കുക. അത് കേൾക്കുന്ന നേരം പോലീസുകാരൻ എന്നാൽ പിന്നെയാക്കാം പ്രതികാരം എന്ന് വിചാരിച്ച് അവിടുന്ന് പോകും. ഈ സമയത്ത് ആ കൊലയാളി കാണുന്നത് അവൻ കൊന്നിരുന്ന സ്ത്രീകൾ എല്ലാവരും കൂടെ അവനെ പേടിച്ച് ആ സെല്ലിന്റെ മൂലയിലേക്ക് നിൽക്കുന്നതാണ്. ഇതെല്ലാം അവന്റെ തോന്നലാണ്. അന്ന് രാത്രി ഹീറോ ആ ഡോൺ ടീമിനെ കുറിച്ച് കൂടുതലായി അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തിരയുമ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക പണ്ട് ആ ഡോൺ ടീമിലുണ്ടായിരുന്ന ഒരുത്തന്റെ കാലിന് എന്തോ ഒരു പരിക്ക് പറ്റിയതിനെ തുടർന്ന് അവൻ ആ ടീമിൽ നിന്ന് പുറത്തായെന്ന്. അങ്ങനെയാണ് അവനെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താൽ ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടുമെന്ന് അറിയാനായി ഹീറോ അവനെ കണ്ടുപിടിക്കാനായി അവന്റെ ലൊക്കേഷനിലേക്ക് ചെല്ലും. അവനിപ്പോൾ ഒരു ഹോട്ടൽ നടത്തി അങ്ങനെ ജീവിക്കുകയാണ്. എന്തായാലും ഹീറോയെ കാണുന്ന നേരം പെട്ടെന്ന് തന്നെ ഭക്ഷണമെല്ലാം വിളമ്പി സൽക്കരിക്കും. ഈ ആശാനെയും ആശാന്റെ കീഴിലുണ്ടായിരുന്ന കൊല്ലപ്പെട്ട ഡോണിനെയും ചെറിയ ഡോണിനെയും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങേര് പറയാ ആ രണ്ടെണ്ണം കാരണമല്ല ഞങ്ങളുടെ ആശാന് ജയിലിൽ പോകേണ്ടി വന്നേ. അതിന് ഹീറോ ചോദിക്കും അവര് രണ്ടുപേരും കാരണോ? അങ്ങനെയല്ലല്ലോ. അങ്ങേര് പറയും എങ്ങനെയല്ലല്ലോ, അവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ആശാനെ ഇല്ലാത്ത കേസിൽ പെടുത്തിയിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചേ. എന്നാൽ ചെറിയ ഡോണും ഇതിന്റെ പിന്നിൽ കളിച്ച കാര്യം ആശാൻ ഇതുവരെ അറിയില്ല. എന്തായാലും ഈ ഒരു കാര്യം ഹീറോ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചീഫിനോട് പറയും. ചീഫ് എല്ലാം ഈ ഒരു കാര്യം ആദ്യമായിട്ട് കേൾക്കാണ്. അന്നേരാണ് ഹീറോയുടെ ബഡ്ഡി ചീഫിനോട് ചോദിക്കുക ആ ആശാൻ ജയിലിൽ നിന്ന് 5 വർഷമായി പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. എന്നാലും അങ്ങേര് എപ്പോഴേലും ഒക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? ഇത് കേൾക്കുന്ന ചീഫിന് ഒരു സംശയം അവൻ എപ്പോഴോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. ഈ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് തന്നെ ആ ജയിലിലേക്ക് ചെല്ലും. അങ്ങനെ അവിടുത്തെ ഡാറ്റ എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക കഴിഞ്ഞ വർഷമാണ് ജയിലിലുള്ള ആശാന്റെ അമ്മ മരിക്കുന്നത്. അതുകൊണ്ട് 3 ദിവസത്തേക്ക് അങ്ങേര് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാവുന്ന ഹീറോ അങ്ങേരുടെ അമ്മയുടെ മരണച്ചടങ്ങ് ഫ്യൂണറൽ ചടങ്ങിലുണ്ടായിരുന്ന CCTV ചെക്ക് ചെയ്യും. അതിൽ കാണാൻ പറ്റുന്നത് ആ ചടങ്ങിന് വന്ന ആളുകൾ എല്ലാവരും പോകുന്നേരം അവസാനം ആശാനെ കാണാനായി മറ്റൊരാൾ കൂടെ വരുന്നുണ്ട്. ആ ആളാരാന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അത് അളിയനാണ്. എന്നാൽ ഈ ഒരു കാര്യം ഹീറോ ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും അറിയിക്കാതെ നേരെ അളിയന്റെ വീട്ടിലേക്കാണ് ചെല്ലുക. അളിയന്റെ വീട്ടിലേക്ക് മതില് ചാടി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവിടെ ആകെ കൂടെ അലങ്കോലായി കിടക്കുക. എന്നാൽ ഈ സമയമാണ് അളിയൻ വീട്ടിലേക്ക് വരുന്ന ശബ്ദം ഹീറോ കേൾക്കുക. പെട്ടെന്ന് തന്നെ അവിടെ വിളിച്ചു നിൽക്കും. എന്നാൽ ഗേറ്റ് തുറന്നു വരുന്ന അളിയൻ താഴെ ചെടിച്ചട്ടി വീണ് കിടക്കുന്ന കാണുന്ന നേരം മനസ്സിലായി ആരോ നകത്തെ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടാണ്. ഹീറോ തൊട്ട് പിന്നാലെ അളിയനല്ലേ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പിടിക്കാനായി പോവാണ്. തൊട്ട് പിന്നാലെ ഓടുകയാണ്. എന്നാൽ റോട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരം അങ്ങനെ ഒരു കാർ വന്ന ഒരൊറ്റ ഇടിയാണ്. തെറിച്ച് താഴെ വീഴുന്നുണ്ടെങ്കിലും വേച്ച് അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് ഓടും. ഹീറോ ആണെ തൊട്ട് പിന്നിൽ ഒരിക്കലും വിടില്ല എന്നുള്ള മട്ടിലാണ് ഓടുന്നത്. അവസാനം ഹീറോ അങ്ങേരെ ഒരു മൂലക്കിട്ട് ഗണ്ണിന്റെ മുന്നിൽ നിർത്തും. അങ്ങേര് അപ്പോഴാണ് മുഖം കാണിക്കുന്നത്. ആ ഓടിയ ആൾ അപ്പോഴാണ് മുഖം കാണിക്കുന്നത്. ഇത് ഞാൻ തന്നെയാടാ നീ അന്വേഷിക്കുന്ന അളിയൻ എന്നുള്ള മട്ടിൽ മുഖം കാണിച്ച് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു ഓടി മതിൽ ചാടി അവിടുന്ന് പോകും. എന്നാൽ ഹീറോ തൊട്ട് പിന്നാലെ വീണ്ടും ഓടി ചെല്ലും. അങ്ങനെ ഏതോ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിനകത്തേക്കാണ് ഹീറോ കയറി ചെല്ലുക. അവിടെ തന്നെ അളിയൻ എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഹീറോ വിളിച്ചു പറയും നീ അല്ലായിരുന്നു എന്നോട് പറഞ്ഞിരുന്ന് എന്റെ മുഖം കാണണ്ട, നിനക്ക് ജീവിച്ചിരിക്കണം എന്നെല്ലാം. അത് കേൾക്കുന്ന അളിയൻ പറയും എനിക്ക് ജീവിച്ചിരിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്.
നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ഹീറോ പറയുമ്പോഴേക്ക് അങ്ങേര് അളിയൻ മേലെയുള്ള നിലയിലേക്ക് ഓടി. തൊട്ടു പിന്നാലെ ചെല്ലുന്ന ഹീറോ അങ്ങേരെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അങ്ങേര് പഴയ പോലെയല്ല, പഴയ പോലെ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനല്ല, അങ്ങേർക്ക് കുറച്ച് ആരോഗ്യമുണ്ട്. കഴിയും പോലെയെല്ലാം ഹീറോയെ തട്ടിമാറ്റി അവസാനം അവർ രണ്ടുപേരും കൂടെ ഒരു ഡോറും തുറന്നുകൊണ്ട് താഴേക്കാണ് വീഴുക. അളിയൻ മേലെയും ഹീറോ താഴെയായിട്ട് വീണതുകൊണ്ട് തന്നെ അളിയന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങേര് മെല്ലെ എഴുന്നേറ്റ് വേച്ച് അവിടെ നിന്ന് പോകും. ഹീറോക്കാണെങ്കിൽ താഴെ വീണ ആഘാതത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആൾ നേരെ അളിയന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ആ വീടിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാം കൂടെ അലങ്കോലായിട്ട് ആകെ കൂടെ മറഞ്ഞ് തിരിഞ്ഞു കിടക്കുക. അവിടെ മുഴുവനും ആ കൊല്ലപ്പെട്ട ഡോണിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ കൊലയാളി പ്രാന്തനില്ലേ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ആണ് കിടക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള ടേബിളിൽ അളിയൻ കത്തികൊണ്ട് കോറി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ കൊല്ലണം എന്ന്. അതാരെയാന്ന് വെച്ചാൽ ആ കൊലയാളിയെ കൊല്ലണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നോടിയായി അങ്ങേര് കുറെ പ്രാക്ടീസ് ചെയ്യാനും അങ്ങേരുടെ ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാനും അവിടെ ഇഷ്ടം പോലെ ട്രെയിനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ ആയുധങ്ങളും ടൂൾസും എല്ലാം അവിടെ തന്നെ കാണാം. എന്നാൽ ഹീറോയുടെ മനസ്സിൽ വരുന്നത് അളിയൻ ആ കൊലയാളിയെ കൊല്ലണമെന്നുള്ള വാശി അതെന്തിനാന്ന് ഹീറോക്ക് മനസ്സിലായി. എന്നാൽ ആ ഡോണിനെ എന്തിനാണ്, ആ വലിയ ഡോണിനെ എന്തിനാണ് കൊന്നതെന്ന് ഹീറോക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഹീറോ അപ്പോഴാണ് ഒരു കാര്യം ചിന്തിക്കുക, ചിലപ്പോൾ അളിയൻ ജയിലിൽ കിടക്കുന്ന ആശാന് വേണ്ടിയാണെങ്കിലോ ഈ ഒരു ഡോണിനെ കൊന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ ഡോണിനെയും അളിയൻ കൊല്ലാനായി ചാൻസ് ഉണ്ട്. കാരണം ആശാൻ ജയിലിലേക്ക് പോകാനായി ആ ചെറിയ ഡോണും പിന്നിൽ കളിച്ചിട്ടുണ്ടല്ലോ. ഹീറോ അപ്പം തന്നെ ആ ചെറിയ ഡോണിനെ വിളിച്ച് കാര്യം പറയും, നിങ്ങൾക്കൊരു വധഭീഷണിയുണ്ട്, നിങ്ങൾ എപ്പോൾ വേണേലും മരിക്കാന്ന്. എന്നാൽ അപ്പം മുതൽ അങ്ങേര് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ഒരു വലിയ പ്രൊട്ടക്ഷനോട് കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു സമയം അങ്ങേരെ കൊല്ലാനായി ശരിക്കും അളിയൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വലിയ പ്രൊട്ടക്ഷൻ കാണുന്ന നേരം അളിയൻ പിന്നെ അവിടെ നിൽക്കില്ല. ചെറിയ ഡോണാണേൽ അങ്ങനെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു വണ്ടി വന്നൊരു ഒറ്റ ഇടി കാരണം ഇടിക്കുന്നത്. അതാരാന്ന് വെച്ചാൽ അളിയനാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ആ ഒരു ഒറ്റ ഇടിയിൽ തന്നെ ചെറിയ ഡോണിന്റെ പകുതിയുള്ള ജീവൻ പോയി. എന്നാൽ അപ്പോഴേക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ആളുകൾ എല്ലാവരും കൂടെ അളിയന്റെ കാറിനടുത്തേക്ക് എത്തും. എന്നാൽ അളിയൻ അതിന്റെ ഇടയിലും ഒരു ഒറ്റ ഇടി കൂടെ ഡോണിനിട്ട് കൊടുക്കും. എന്നാൽ അതോടുകൂടെ ചെറിയ ഡോണിന്റെ കാര്യം കഴിഞ്ഞോ എന്നാണ് തോന്നുന്നത്, പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് ചെറിയ ഡോണിന്റെ ടീമിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടെ അളിയന്റെ കാറ് തച്ച് പൊളിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറക്കി അടിയോടടിയാണ്, അടിച്ച് കൊല്ലാൻ പാകത്തിന് അടിയാണ്. അപ്പോഴാണ് ഗണ്ണും പൊട്ടിച്ചോണ്ട് അങ്ങോട്ട് അളിയൻ വരുന്നത്. നിങ്ങൾ അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. എന്നാൽ അവരെല്ലാവരും കൂടെ ഹീറോയെ നോക്കി നിൽക്കുന്ന നേരം ഹീറോ പറയും, നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബോസിനെ കൊണ്ടുപോകാൻ നോക്ക്. അത് പറഞ്ഞു കഴിഞ്ഞ് അളിയനെ നോക്കുന്ന നേരം പിന്നെ അങ്ങേര് അവിടെ കാണുന്നില്ല. അങ്ങേര് ആ വണ്ടിയുടെ തൊട്ട് പിന്നിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയെന്ന് മനസ്സിലായില്ല. അന്ന് രാത്രി മുഴുവനും ഹീറോ അളിയനായിട്ടുള്ള തെരച്ചില. എന്നാൽ എത്രയൊക്കെ തെരഞ്ഞാലും അളിയനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതേ സമയം അളിയൻ നഗരത്തിലൂടെ വേച്ച് നേരെ വീട്ടിലേക്കാണ് ചെല്ലുക. അവിടെ ഈ ഒരു കൊലപാതകങ്ങളെ കുറിച്ചെല്ലാം ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം കൂടെ പെട്രോൾ ഒഴിച്ചൊരൊറ്റ കത്തിക്കല ആ വീടോടെ കത്തിക്കും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്ക് ഫയർഫോഴ്സ് എല്ലാവരും എത്തുമ്പോഴേക്ക് വീടെല്ലാം കത്തി നശിച്ചു കഴിഞ്ഞു. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെന്റിലാണ് ഹീറോ തലേ ദിവസം അളിയനെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചീഫ് അറിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇനിയും ഹീറോയെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വാങ്ങിയിട്ട് ഹീറോയെ പറഞ്ഞു വിടും. വളരെ മാന്യമായിട്ടാണ് ഇതെല്ലാം അങ്ങേര് ചെയ്യുന്നത്. ഈ സമയം ജയിലിലിരിക്കുന്ന ആശാനെ നോക്കുകയാണെങ്കിൽ അങ്ങേര് എന്തോ ഒരു ആയുധം മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്തോ ഒരു ആയുധം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങേർക്ക് എന്തോ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ആ ആയുധവുമായിട്ട് അങ്ങേര് നേരെ കുളിമുറിയിലേക്കാണ് ചെല്ലുക. എന്നാൽ അവിടെയുണ്ട് ഹീറോയുടെ പെങ്ങളെ കൊന്നിരുന്ന കൊലയാളി. ആ കൊലയാളിയും ഈ ആശാനും ഒരേ ജയിലിൽ തന്നെയാണ് ഉള്ളത്. ആശാൻ ആദ്യം തന്നെ ആ പ്രാന്തന്റെ അടിവയറ്റിനിട്ട് ഒരൊറ്റ കുത്താണ്. ആ കുത്ത് കൊള്ളുന്ന കില്ലർ തിരിഞ്ഞു നോക്കുന്ന നേരം ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. എന്നാൽ ഒരൊറ്റ അടി കൊടുക്കാനായി വീശുമ്പോഴാണ് മനസ്സിലാവുക അങ്ങേര് ഒഴിഞ്ഞു മാറി അടുത്ത് വിട്ടുകൊടുക്കും. ചുരുക്കി പറഞ്ഞ അങ്ങേര് സിറ്റിയിലെ പണ്ടത്തെ വലിയൊരു ഡോൺ അല്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് പ്രായമുള്ളത് കൊണ്ട് തന്നെ ആ കില്ലറുടെ മുന്നിൽ പിടിച്ചിക്കാൻ പറ്റില്ല. പക്ഷേ കില്ലർക്ക് അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പിടിച്ചു വാങ്ങാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ആശാൻ ആ കില്ലറുടെ കൈക്കും കാലിനും കാലിന്റെ ബാക്കിലും അവിടെ ഇവിടെയായിട്ട് വെട്ടിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവന്റെ മുറിവിനിട്ട് ഇടിക്കും, മുറിവിലേക്ക് വിരലിട്ട് തിരിക്കും. എന്നാലും കില്ലർ അങ്ങേരെ എടുത്ത് ചുമരിലേക്ക് അടിക്കാനായി ഓടും. ഓടുന്ന വഴിയിൽ അങ്ങേര് പുറത്തിട്ട് ഇഷ്ടം പോലെ കുത്തുകൂടെ കൊടുക്കും. പക്ഷെ അവസാനം നമ്മുടെ ആശാൻ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ അങ്ങേര് തളർന്നു വീഴും, ഒന്നും ചെയ്യാത്ത അവസ്ഥയിലെത്തും. അന്നേരം ആ പ്രാന്തൻ അങ്ങേരുടെ വായിൽ ഒരു ഒരു സോപ്പ് കുത്തിയിറക്കി അങ്ങേരുടെ നെഞ്ചത്ത് കത്തികൊണ്ട് കുത്തി അങ്ങേരെ കൊന്നോന്നറിയില്ല. പിന്നെ നമ്മൾ കാണുന്നത് ആശാനെയും ആ കൊലയാളിയെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവര് മരിക്കുമെന്നറിയില്ലല്ലോ, രണ്ടുപേർക്കും ഇഷ്ടം പോലെ പരിക്കുണ്ട്. അങ്ങനെ വിവരം അറിയുന്ന ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് ആശാനെ കാണാനായി എത്തും. അങ്ങേരോട് ആദ്യം തന്നെ ചോദിക്കും, എന്റെ അളിയനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇടപാട്. എന്നാൽ ആശാൻ മാസ്ക് എല്ലാം വെച്ച് കിടക്കായതുകൊണ്ട് തന്നെ അങ്ങേർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതിന് ഹീറോ മുഖത്തുണ്ടായിരുന്ന മാസ്ക് എല്ലാം വലിച്ചൂരിയിട്ട് അങ്ങേരോട് വീണ്ടും ചോദിക്കും, എന്റെ അളിയനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇടപാട്. അന്നേരാണ് ആശാൻ പറയാ, ആശാന്റെ അമ്മ മരിച്ച ദിവസത്തിൽ ആദ്യമായിട്ടാണ് ആശാൻ അളിയനെ കാണുന്നത്. അന്ന് അളിയൻ പറഞ്ഞെന്താന്ന് വെച്ചാ, നിങ്ങൾ ഈ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ ഡോണാണ്. എന്നാൽ അവൻ മാത്രമാണെന്ന് നിങ്ങൾ
വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. അവന്റെ കൂടെ തന്നെ ആ ചെറിയ ഡോണും കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെയാണ് നിങ്ങളെ കള്ളക്കേസിൽ ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതിന്റെ തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ തെളിവെല്ലാം ആശാന് കൈമാറും. നിങ്ങൾക്കായി അവരെ രണ്ടുപേരെയും ഞാൻ കൊന്നുതരട്ടെ എന്ന് ചോദിക്കുന്ന നേരം ആശാൻ തിരിച്ചു ചോദിക്കും, ഇതിനെല്ലാം പകരമായി ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് അളിയൻ പറയാ, നിങ്ങൾ ആ കൊലയാളി പ്രാന്തനെ കൊന്നുകളയണം. ഈ ഒരു ഡീല് വളരെ നല്ലൊരു ഡീലാണെന്ന് ആശാന് തോന്നി. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആശാൻ പറയും, ഇപ്പം ഞാൻ എൻ്റെ ഭാഗം ചെയ്തു, ഇനി അവൻ അവൻ്റെ ഭാഗം ചെയ്യട്ടെ. അന്നേരമാണ് ആശാന് ശ്വാസം മുട്ടുക. അപ്പോഴേക്ക് നഴ്സുമാരെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയെത്തും. ഈ സമയം ആ കൊലയാളിയെ അഡ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂമിൽ നിന്ന് അളിയൻ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാം. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ റൂമിൽ നിന്ന് പുക അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എമർജൻസി അലാറം ഓണാകും. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകളും രോഗികളും എല്ലാവരും കൂടെ കഴിയുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്, വേഗത്തിൽ ഓടുകയാണ്. എന്നാൽ അകത്താ പ്രാന്തന്റെ കൈ അവിടെ ഉണ്ടായിരുന്ന ബെഡിൽ ലോക്ക് ചെയ്ത് വെച്ചായതുകൊണ്ട് തന്നെ അവന് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നാലും അവൻ വേദന കടിച്ചു പിടിച്ചോണ്ട് അവന്റെ പെരുവിരൽ ഒടിച്ചു കളയും. എന്നിട്ട് ആ ലോക്കിൽ നിന്ന് മെല്ലെ ഊരിയെടുക്കും അവന്റെ കൈ. എന്നാൽ ഈ സമയത്താണ് രണ്ട് പോലീസുകാർ ആ റൂമിലേക്ക് ഓടി വരുന്നത്. ആദ്യത്തെ പോലീസുകാരൻ കയറുമ്പോൾ തന്നെ അങ്ങയുടെ പുറത്തിട്ട് ഒരൊറ്റ അടിയാണ്. രണ്ടാമത്തെ ആളുടെ കഴുത്തിന് കമ്പി വെച്ച ഒരൊറ്റ ഇടി. അങ്ങേര് ചോര വാർന്ന് താഴെ വീഴും. ആദ്യം വീണ പോലീസുകാരന്റെ പുറത്തിട്ടൊരു കുത്തും. രണ്ടാമത്തെ പോലീസുകാരന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് എടുത്ത് അതിന്റെ ഒരറ്റം അങ്ങേരുടെ കഴുത്തിൽ വന്ന മുറിവിലേക്ക് ഇറക്കി കൊടുത്താണ് ആ കൊലയാളി പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ സമാധാനമായിട്ട് താഴേക്ക് അങ്ങേരെ ഇറങ്ങി വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അളിയൻ അങ്ങേരുടെ കഴുത്തിൽ ഷോക്ക് അടിക്കുന്ന മെഷീൻ വെച്ച് അങ്ങേരെ ബോധം കെടുത്തി താഴെ തള്ളിയിടുക. ഈ ഒരു സമയത്ത് ഹീറോ ആണെങ്കിൽ ഇതെല്ലാം അളിയന്റെ പണിയാണെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റൽ മുഴുവനും അളിയനെ തിരയാ. എന്നാൽ എത്രയൊക്കെ തിരഞ്ഞിട്ടും അളിയനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏറ്റവും താഴേക്ക് എത്തുമ്പോഴാണ് അളിയൻ ആ കൊലയാളിയെ ആംബുലൻസിൽ കയറ്റിയിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്ന കാണാം. ഹീറോ തൊട്ട് പിന്നാലെ തന്നെ കാർ എടുത്തിട്ട് അങ്ങനെ ഫോളോ ചെയ്യും. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോകുന്ന നേരം രണ്ടുപേരും കൂടി ഒരു ട്രാഫിക് സിഗ്നലിൽ പെട്ടുപോകും. എന്നാൽ ഹീറോ ആണെങ്കിൽ തൊട്ട് സൈഡിലുണ്ടായിരുന്ന ഫുട്പാത്തിലൂടെയാണ് കാർ ഓടിക്കുന്നത്. എങ്ങനെയാലും ആ ആംബുലൻസിനെ പിടിച്ചേ പറ്റൂ. അപ്പോഴാണ് സിഗ്നലിലൂടെ കത്തുന്നത്. ആംബുലൻസ് മുന്നിലേക്ക് എടുക്കുന്ന തക്കം നോക്കി ഹീറോ കാർ കൊണ്ട് ഒരു ഒറ്റ ഇടിയാണ് ആംബുലൻസിന്. അത് കറങ്ങി നിൽക്കും. എന്നാൽ അവിടെയും അളിയൻ തോറ്റു കൊടുക്കുന്നില്ല. അങ്ങേര് ആംബുലൻസ് റിവേഴ്സിലെടുത്ത് ഓടിച്ചോടിച്ച് പെട്ടെന്ന് തന്നെ അത് ഡ്രിഫ്റ്റ് ചെയ്ത് തിരിച്ചു നിർത്തും. ഇപ്പൊ കാറാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഹീറോയുടെ കാറാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് കൊണ്ട് ഹീറോയുടെ കാറിന് ഇടിച്ചിടിച്ച് ഹീറോയുടെ കാറിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു മതിലിൽ ഇടിപ്പിക്കും. അവിടെ ഉണ്ടായിരുന്ന മണലിലെ ടയർ പെട്ടുപോയതുകൊണ്ട് തന്നെ ഹീറോക്ക് പിന്നെ റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ പെട്ടുപോയി. അളിയനാണെ അങ്ങേരെയും കൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് ഹീറോ ചിന്തിക്കുക, ശരിക്കും ആശാനോട് അളിയൻ ആ പ്രാന്തനെ കൊല്ലാനായി പറഞ്ഞിട്ടില്ല. അവനെ പാതി ജീവനിൽ പുറത്തേക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ അവൻ പുറത്തേക്ക് എത്തിയാലേ ഹീറോക്ക് ഭാര്യയുടെ ബോഡി കണ്ടുപിടിക്കാനായി പറ്റൂ. എന്നാൽ ആ കില്ലറയായിട്ട് അളിയൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അതുകൂടെ ഹീറോ ചിന്തിച്ചു നോക്കുന്നേരം മനസ്സിലാകും, ആ കൊലയാളി 3 വർഷങ്ങൾക്ക് മുന്നേ ആ മലയുടെ മേലെ എത്തിയപ്പോഴാണ് പോലീസുകാരോടൊന്നും സഹകരിക്കാതെ ബോഡിയൊന്നും കാണിച്ചു കൊടുക്കാതെ തിരിച്ചു വന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അളിയൻ അവനെയായിട്ട് ആ കൊലയാളിയായിട്ട് ആ മലയിലേക്കായിരിക്കും പോയിരിക്കുക. ഹീറോക്ക് എന്തായാലും കാര്യം മനസ്സിലായി. ഈ സമയം ഡിപ്പാർട്ട്മെന്റിലെ ടീമിനാണെങ്കിൽ അളിയൻ എങ്ങോട്ടാണ് പോണേന്ന് കറക്റ്റായിട്ട് മനസ്സിലാകും. കാരണം ആ ആംബുലൻസിന്റെ അടിയിൽ ഒരു GPS ട്രാക്കർ ഉണ്ട്. അത് വെച്ചാണ് ഇപ്പോൾ പോലീസുകാർക്ക് അളിയൻ എങ്ങോട്ടാണ് പോണേന്ന് മനസ്സിലാവുന്നത്. എന്നാൽ പോലീസുകാർ അങ്ങോട്ട് പുറപ്പെട്ടതിന്റെ കുറച്ച് മുന്നേ ആണ് ഹീറോ അങ്ങോട്ട് യാത്ര ആയിരിക്കുന്നത്. ഹീറോ അങ്ങനെ ആ മലയിലേക്ക് കയറി പോവാണ്. ഈ സമയം മലയ്ക്ക് മേലെ ആ കാട്ടില് അളിയൻ ആ കൊലയാളിയെ പുറത്തേക്ക് ഇറക്കി ഭാര്യയുടെ ബോഡി എവിടെയാണെന്ന് അവനോട് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും ബോഡി കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊന്നും അവന്റെ മനസ്സിലില്ല. പ്രാന്തം പറയും, ഞാൻ ആ ബോഡി കാണിച്ചു തന്നാലും കാണിച്ചു തന്നില്ലേലും നിങ്ങൾ എന്നെ കൊല്ലും. പിന്നെ ഞാൻ കാണിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് കേൾക്കുന്ന അളിയൻ ദേഷ്യത്തില് അവന്റെ തുടയിൽ നോക്കി കത്തിക്കൊണ്ട് ഒരൊറ്റ കുത്ത. അവന്റെ കയ്യിലും കാലിലും കയറ് വെച്ച് കെട്ടിവെച്ചതായതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓടി രക്ഷപ്പെടാനും പറ്റില്ല. ഈ സമയം ഹോസ്പിറ്റലിൽ നിന്ന് ആ കൊലയാളി പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ ചീഫിന് ഇപ്പം നിക്കപ്പുറതിയില്ല. മേലെ നിന്നെല്ലാം കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെവിടെ എന്നുള്ള ചോദ്യം വന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു പ്രാന്തനാണ് അവനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന നേരം മേലേന്ന് പറയും, അവൻ ആരായാലും വേണ്ടിയില്ല, അവനെ ഷൂട്ട് ചെയ്തിട്ടാണേലും ആ പ്രാന്തനെ കൊണ്ടുവരണം. ഈ സമയമായപ്പോഴേ കളിയൻ ആ കൊലയാളിയായിട്ട് ബോഡിയുള്ള ഭാഗത്തെത്തി. അവിടെ ഒരു പാറക്കല്ലിനടിയിലാണ് ബോഡി കുഴിച്ചിട്ടെന്ന് അവൻ പറയും. എന്നാൽ അളിയൻ അത് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കുഴിച്ചു നോക്കാനായി അവനൊരു ചെറിയ മൺമാതി കൊടുക്കും. വലുതെങ്ങാനും കൊടുത്താൽ അത് വെച്ച് അവൻ എന്തേലും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുത് കൊടുത്തത്. ഈ സമയം മലയ്ക്ക് മേലേക്ക് വരുന്ന അളിയന് അവരെങ്ങോട്ടാണ് പോയെന്ന് മനസ്സിലായില്ലല്ലോ. എന്നാൽ പോകുന്ന വഴിയിലാണ് താഴെ രക്തം കാണുക. ആ രക്തം നേരത്തെ കില്ലറുടെ കാലിൽ നിന്ന് വീണതാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ആ വഴി നോക്കിയിട്ടാണ് പോകുക. ഇവിടെ ആ കൊലയാളി മണ്ണിൽ കുഴിച്ച് ആ ബോഡിയിൽ തട്ടി. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അളിയൻ ആകെ കൂടെ ടെൻഷനായി. അതൊന്ന് കാണാനായി കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് കൊലയാളി ആ കുഴിയിൽ നിന്ന് ഒരു സ്പാനർ എടുത്ത് അളിയന്റെ തലക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുക. അതിൽ ശരിക്കും ആ കൊലയാളിയുടെ ആയുധങ്ങളായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കത്തിയെല്ലാം എടുത്ത് അവന്റെ കയ്യിലെയും കാലിലെയും എല്ലാം കയർ അവൻ മുറിച്ചു മാറ്റും. അതിൽ തന്നെ അവന്റെ മെയിൻ ആയുധം കൂടിയുണ്ട്, ആ ഡ്രില്ല്. പക്ഷെ അതിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ആ കൊലയാളി അളിയന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അളിയൻ ഇല്ലാത്ത ശ്വാസത്തിൽ അവനോട് ചോദിക്കും, എന്റെ ഭാര്യ എവിടെയെന്ന്. അന്നേരമാണ് ആ പ്രാന്തം പറയാ, നിന്റെ ഭാര്യയല്ലേ നീ ചോദിക്കുന്നത്?
അവളിതാ അവിടെയല്ലേ ഉള്ളത്, ആ പാറയുടെ അടിയിൽ. അത് കേൾക്കുന്ന അളിയൻ അങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണാനായി അതിൽ കൂടെ ഞെങ്ങി ഞെരുങ്ങി അങ്ങനെ പോകുകയാണ്, വലിഞ്ഞങ്ങനെ പോകുകയാണ്. അന്നേരമാണ് ഹീറോ ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ട് ഓടി വരുന്നത്. ഹീറോയെ കാണുമ്പോൾ തന്നെ ആ കൊലയാളി അവിടെ നിന്ന് എസ്കേപ്പായി. ഹീറോ അളിയൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന നേരം അങ്ങേർക്കൊന്നും പറ്റിയിട്ടില്ല, മരിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഈ സമയം ആ പോലീസ് പടയും മലയിലേക്ക് എത്തി. അവരിപ്പോൾ ഒരു വലിയ ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ ഈ ലൊക്കേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അളിയനോട് ഹീറോ സംസാരിക്കുന്ന നേരം ഹീറോക്ക് മനസ്സിലായി അങ്ങേര് ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, കൂടുതലൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. എന്നാലും മരിക്കാൻ നേരം അങ്ങേര് പറയാ, അവളിതാ ദേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ കല്ല് കാണിച്ചു കൊടുക്കും, ആ പാറക്കല്ല് കാണിച്ചു കൊടുക്കും. കൂടെ തന്നെ ഹീറോയോട് ഒരു സോറിയും കൂടെ പറഞ്ഞാണ് അങ്ങേര് മരിക്കുക. അത് കാണുന്ന ഹീറോക്ക് ആ കൊലയാളിയോട് ദേഷ്യം അടക്കാനേ പറ്റില്ല. അപ്പം തന്നെ അവിടെ നിന്ന് അവൻ പോയ ലൊക്കേഷനിലേക്ക് ഹീറോ ഓടിച്ചെല്ലും. ഓടിപ്പോകുന്ന നേരം അവൻ കാലിനും കൈക്കും എല്ലാം വേദനിച്ചുകൊണ്ട് വേച്ച് അങ്ങനെ മലയിറങ്ങുക. ഓടി വരുന്ന ഹീറോ അവനെ കൂടെ പിടിച്ച് താഴേക്ക് വീഴും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മറിഞ്ഞ് കുറച്ച് താഴേക്കാണ് ചെന്ന് വീഴുക. അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ഹീറോ ആ ഭ്രാന്തന്റെ മേലെ കയറി അവന്റെ മുഖത്തിട്ട് ഇടിയോട് ഇടിയാണ്. ഇടി നിർത്തില്ല. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും കൂടെ അവിടെ എത്തി ഹീറോയെ വളഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഇടി നിർത്താനായി ഹീറോയോട് വിളിച്ചു പറയും. പക്ഷെ എന്ത് വന്നാലും അവനെ കൊന്നേ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഹീറോ നിൽക്കുന്നത്. അപ്പോഴാണ് ചീഫ് വിളിച്ചു പറയാ, ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് നീ ഇവരെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിക്കല്ലേ. നീ അവനെ കൊന്നാല് പിന്നെ അവനും നീയായിട്ട് എന്ത് വ്യത്യാസം? ഇത് കേൾക്കുന്ന കൊലയാളിക്ക് ഒരു സന്തോഷം ഉള്ളിലേക്ക് എത്തും. അവൻ ഹീറോയോട് പറയും, നിന്റെ പെങ്ങള് മരിക്കാൻ നേരം എന്നോട് പറഞ്ഞിരുന്ന് അവക്ക് ആങ്ങളെയായ ഒരു പോലീസുകാരനുണ്ട്, അവൻ എന്നെ കണ്ടുപിടിച്ച് എന്നെ കൊല്ലൂന്നൊക്കെയാണ്. പക്ഷെ നിനക്കതിനുള്ള ത്രാണിയില്ല. ഇതും കൂടെ കേൾക്കുന്ന നേരം ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് അവന്റെ തലയിൽ കുത്താൻ നിൽക്കും. അപ്പോഴേക്ക് ഹീറോയെ ഷൂട്ട് ചെയ്തു. ഇത് കാണുന്ന ഹീറോയുടെ ബഡ്ഡി ഹീറോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയും, നിങ്ങളൊക്കെ എന്താണോ കാണിക്കുന്നത്? നമ്മുടെ കൂടെയുള്ള ആൾ തന്നെയാണോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? എന്നാൽ പോലീസുകാർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. അവരാദ്യം തന്നെ ആ കൊലയാളിയെയും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഹീറോയുടെ ബഡ്ഡി ഹീറോയെ പൊക്കിയെടുത്ത് നടക്കുന്ന നേരം ഹീറോയുടെ മനസ്സിലേക്ക് പെങ്ങളും അളിയനും മാത്രമാണ് വരുന്നത്. എന്റെ പെങ്ങളെയും അളിയനെയും കൊന്നവനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഹീറോയുടെ ഉള്ളിൽ തള്ളം കെട്ടി കിടക്കും. എന്നാൽ ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കുറ്റബോധം മനസ്സിൽ തന്നെ കിടക്കും. അതൊരിക്കലും ഇറങ്ങി പോകില്ല. എന്നാൽ ഹീറോക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കയ്യിലാണെങ്കിൽ തോക്കുമില്ല. അപ്പോഴാണ് ബഡ്ഡി ഹീറോക്ക് ബഡ്ഡിയുടെ അരയിൽ വെച്ചിരുന്ന ഗണ്ണ് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അത് കാണുന്ന ഹീറോ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ ആ ഗണ്ണെടുക്കും. പിന്നെ നമ്മൾ കാണുന്നത് ആ കൊലയാളിയുടെ ആ ഭ്രാന്തന്റെ നടുനെറ്റി കൂടെ ബുള്ളറ്റ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന, അതായത് തൊട്ടു പിന്നീന്ന് ഹീറോ അവനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ നെറ്റിന്ന് ചോര വാർന്നൊഴുകി അവൻ മരിച്ചു വീഴും. എന്തായാലും ഇത് കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പിന്നെ നമ്മൾ കാണുന്നത് ഇതെല്ലാം കൂടെ വലിയൊരു ന്യൂസായി. ഇപ്പൊ പോലീസുകാരെല്ലാവരും കൂടെ ആ മലയുടെ മേലെ ആ കൊലയാളി വേറെ ബോഡികളും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നറിയാൻ അവരെല്ലാവരും കൂടെ തിരയുന്ന, പോലീസ് എല്ലാവരും കൂടെ തിരയുന്ന. അങ്ങനെ അവിടെ വെച്ച് പോലീസുകാരെല്ലാവരും കൂടെ ആ പാറക്കല്ലിനടിയിൽ വന്ന് തിരഞ്ഞു നോക്കുന്ന നേരം അവിടെ നിന്ന് കിട്ടും ഹീറോയുടെ പെങ്ങളുടെ ബോഡി, അതായത് അളിയന്റെ ഭാര്യയുടെ ബോഡി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് മുന്നേ നടന്ന സംഭവമാണ്. ഹീറോയും പെങ്ങളും അളിയനും ഇപ്പൊ ഉള്ളത് ഹീറോയുടെയും പെങ്ങളുടെയും അച്ഛനെ അടക്കം ചെയ്ത സ്ഥലത്താണ്. അവിടുന്ന് ഹീറോ അച്ഛനോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നേരം പെങ്ങളും അളിയനും കൂടെ അങ്ങനെ ഇരുന്ന് കൊഞ്ചി കൊഴിഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞ അവരങ്ങനെ സ്നേഹിക്കുക. ഇത് കാണുന്ന ഹീറോ, ഞാൻ അച്ഛനോട് ഇവിടെ സംസാരിക്കുന്ന നേരം നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക അല്ലേ? ഹീറോ തമാശക്കാണിങ്ങനെ പറഞ്ഞേ. അപ്പോഴേ കളിയനും പെങ്ങളും കൂടെ തൂക്കിയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കും. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുക, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്ത് തരുമോന്ന്. അതിന് ഹീറോ, അതിനിപ്പോ എന്താ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും. ആ ഫോട്ടോയാണ് നമ്മൾ പെങ്ങളുടെയും അളിയന്റെയും വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചതായി കണ്ടിരുന്നത്. എന്തായാലും ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഹീറോക്ക് വലിയ സന്തോഷമായി. ഹീറോ ചിരിച്ചോണ്ടിരിക്കുക, ചിരി നിർത്തുന്നേയില്ല. അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ദ ഡീൽ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു കൊലയാളിയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഇതുപോലൊരു പ്രാന്തനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഞാൻ വെറുതെ ചോദിച്ചാണ്. ഇതുപോലെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇതുപോലെയുള്ളവന്മാരൊന്നും ജനിക്കാതെ ഇരിക്കട്ടെ. എന്തൊക്കെയായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.